പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ പദവിയാണ് മഖാമു റിള അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ പരിപൂർണമായി തൃപ്തിപ്പെടുക എന്നത്. പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും മനസ്സ് പതറാതെ റബ്ബിൽ തൃപ്തനായി ജീവിക്കുക എന്നത് വലിയൊരു മഹാഭാഗ്യമാണ്. ഈ ഒരു പദവിയിലേക്ക് ഒരാൾക്ക് ഉയരണമെങ്കിൽ അവൻ തൻ്റെ മനസ്സിനെ 4 പ്രധാന കാര്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തണം എന്ന് മഹാനായ യഹിയ ബിൻ മുആദ് റഹിമഹുല്ല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ 4 കാര്യങ്ങൾ എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സ്വീകാര്യത. റബ്ബേ, നീ എനിക്ക് തന്നാൽ ഞാൻ അതിനെ സ്വീകരിക്കും. അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ പരാതികളോ നിരാശയോ ഇല്ലാതെ അങ്ങേയറ്റത്തെ നന്ദിയോടെ അത് സ്വീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി അസൂയപ്പെടാതെ റബ്ബ് തനിക്ക് തന്നതിൽ സന്തോഷിക്കുകയും നന്ദിയുള്ളവരാവുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം തൃപ്തി. നീ എനിക്ക് തടഞ്ഞു വെച്ചാൽ ഞാൻ അതിൽ തൃപ്തനാകും. നാം ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് ലഭിച്ചില്ലെങ്കിലും, നാം ചോദിച്ച പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിച്ചില്ലെങ്കിലും റബ്ബിൻ്റെ ആസൂത്രണത്തിൽ പൂർണ്ണമായി തൃപ്തനാവുക. കാരണം അവൻ ഒരു വാതിൽ അടയ്ക്കുന്നത് അതിനേക്കാൾ വലിയ മറ്റൊന്ന് നമുക്കായി തുറന്നു തരാനാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം ആരാധനയിലെ നിഷ്ഠ. നീ എന്നെ ഒഴിവാക്കി വിട്ടാലും ഞാൻ നിന്നെ മാത്രം ആരാധിക്കും. ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധികൾ വന്നാലും, രോഗങ്ങളോ പ്രയാസങ്ങളോ വന്ന് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിലായാലും അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ അയവ് വരുത്തരുത്. പ്രയാസങ്ങളിൽ റബ്ബിൽ നിന്ന് അകലുകയല്ല, മറിച്ച് അവനിലേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ് വിശ്വാസിയുടെ ലക്ഷണം. 4 പൂർണ്ണ വിധേയത്വം. നീ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വരുമ്പോഴൊക്കെയും സന്തോഷത്തോടെയും സന്നദ്ധതയോടെയും അത് അനുസരിക്കാൻ മുന്നോട്ട് വരിക. റബ്ബിൻ്റെ വിളിക്ക് ഇതാ ഞാൻ തയ്യാറാണ് എന്ന് ജീവിതം കൊണ്ട് മറുപടി നൽകുക. പ്രിയമുള്ളവരെ, സന്തോഷത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഈ 4 കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹുവിൽ പൂർണ്ണമായി തൃപ്തിയടഞ്ഞ യഥാർത്ഥ അടിമയായി മാറാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ മനസ്സിനെ ഈ അടിത്തറകളിൽ ഉറപ്പിച്ചു നിർത്താനും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന നല്ല അടിമകളിൽ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.